ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ ഈസ് നോൺ ആസ് ദി ബ്ലഡ് ബാങ്ക് ഓഫ് ദി ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന പാർട്ട്, ബ്ലഡ് ബാങ്ക് ഓഫ് ദി ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്ന ഓർഗനാണ് ക്വസ്റ്റ്യൻ. അതെന്താണ്? അത് സ്പ്ലീനാണ്. ഈ സ്പ്ലീനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് സെൽസ് ആർ സ്റ്റോർഡ് ഇൻ സ്പ്ലീനാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് സെൽസ് ആർ സ്റ്റോർഡ് ഇൻ സ്പ്ലീൻ. അതുകൊണ്ടാണ് എന്ത് ബ്ലഡ് സെൽസിൻ്റെ റിസർവോയർ എന്നറിയപ്പെടുന്നത് സ്പ്ലീൻ തന്നെയാണ്. ഇനി നമുക്ക് ഹേർട്ടിനെ പറ്റി, ഇതിലുള്ള ഓരോ ഓപ്ഷനാണ് ഹേർട്ട്. ആ ഹേർട്ടിൻ്റെ 2 ഫാക്റ്റ് നോക്കാം. ഒന്ന്, ഹേർട്ടിൻ്റെ വെയിറ്റ് ചില സമയങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 250 to 300 ഗ്രാമാണ് ഹേർട്ടിൻ്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് എന്ന്, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഹേർട്ട് ബീറ്റ്സ് 72 per minute ആണ് ആവറേജ് ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എൻസൈം വിച്ച് കൺവേർട്ട്സ് പ്രോട്ടീൻ ടു പെപ്റ്റൈഡ്. അതായത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്ന ഹോർമോണിൻ്റെ എൻസൈമിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് ട്രിപ്സിനാണ്. അതായത് പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നത് ഏതാണ്? ട്രിപ്സിനാണ്. ഇനി ഇതിലുള്ള ഓപ്ഷൻ ബി ഉള്ള ലിബേസ്. ലിബേസ് എന്താണെന്ന് വെച്ചാൽ ഫാറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈമാണ് ലിബേസ്. അതായത് ഫാറ്റിനെ അതിൻ്റെ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുകയാണ് ഈ ലിബേസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഉള്ള ലിബേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിബേസ് എന്താക്കും? ഹൈഡ്രോലേസ് ട്രൈഗ്ലിസറൈഡ്സ്, അതായത് ഫാറ്റ്സിനെ എന്താക്കും? അതിൻ്റെ കമ്പോണൻസായ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. അത് ചെയ്യുന്നത് ലിബേസ് ആണ്. ഇനി നമുക്ക് ലാക്ടേസ് എന്താണെന്ന് നോക്കാം. ലാക്ടേസ് മിൽക്കിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള എൻസൈമാണിത് ലാക്ടേസ്. ഓക്കെ, അപ്പോൾ മിൽക്കിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാണ് ലാക്ടേസ്. ഇനി ഇതുള്ള ലാസ്റ്റ് സി ഓപ്ഷനിലുള്ള പെപ്റ്റിഡേസ് എന്ന ഹോർമോണ് വിച്ച് ബ്രേക്സ് ഡൗൺ പെപ്റ്റൈഡ്സ് ഇൻറ്റു അമിനോ ആസിഡ്. അതായത് പെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നതാണ് എന്ത്? ഈ ഓപ്ഷൻ സിയിലെ പെപ്റ്റിഡേസ് എന്ന ഹോർമോൺ ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് പ്രസൻറ്റ് ഇൻ RNA ആൻഡ് നോട്ട് ഇൻ DNA. അതായത് നമുക്കറിയാം DNA-യിലും RNA-യിലും ബേസുകളുണ്ട്. ആ ബേസുകളിൽ RNA-യിൽ പ്രസൻ്റ് ആയതും എന്നാൽ DNA-യിൽ ഇല്ലാത്തതുമായിട്ടുള്ള ബേസാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് യുറാസിലാണ്. നമുക്ക് ഇതിൽ മൊത്തത്തിലുള്ള RNA-യിലും DNA-യിലും ബേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഈ ചാർട്ടിൽ നിങ്ങൾ കാണാം. RNA-യിലെ ബേസസ് ആണ് അഡെനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. അതേപോലെ DNA-യിലെ അഡെനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഈ യുറാസിലിന് പകരം തൈമിനാണ് DNA-യിൽ വരുന്നത്. പിന്നെ ഇതിലുള്ള ഷുഗർ, RNA-യിലെ ഷുഗർ റൈബോസ് ആണ്. അതേപോലെ DNA-യിലെ ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ RNA-യിലെ സിംഗിൾ സ്ട്രാൻഡാണ്. RNA-യിൽ എത്ര സ്ട്രാൻഡാണെന്ന് ചോദിച്ചാൽ സിംഗിൾ സ്ട്രാൻഡാണ്. എന്നാൽ DNA എന്താണ്? ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. 2 ആൻറ്റി പാരലൽ സ്ട്രക്ചറാണ്. അതല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് ഇതിൻ്റെ DNA-യുടെ. ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കാൽവിൻ സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്നത് കാർബോക്സിലേഷനാണ്. ഓക്കെ, 4 സ്റ്റേജാണ് മെയിനായിട്ടുള്ളത്. അത് നിങ്ങൾ CR എന്ന് ഓർമ്മിച്ചാൽ മതി. CR എന്താണ് CR എന്ന് ഞാൻ പറയാം. ആദ്യം ഈ കാൽവിൻ സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് അല്ലെങ്കിൽ സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. ബെൻസൺ കാൽവിൻ സൈക്കിൾ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കാൽവിൻ സൈക്കിൾ എന്നത് ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ലൈറ്റിൻ്റെ ആവശ്യം ഇല്ല. അതായത് ഡേയിൽ മാത്രം നടക്കണമെന്ന് ആവശ്യമില്ല. ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് സൈക്കിളാണ് കാൽവിൻ സൈക്കിൾ. അത് ആ ഫാക്ട് കൂടി ഒന്ന് ഓർമ്മിക്കാം. ഇനി ഇതിൽ കാൽവിൻ സൈക്കിളിൽ വരുന്ന മെയിൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കാർബൺ ഫിക്സേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ സെക്കൻഡ് സ്റ്റേജ് റിഡക്ഷൻ ഫേസ്. മൂന്നാമത്തത് കാർബോഹൈഡ്രേറ്റ് ഫോർമേഷനാണ്. നാലാമത്തെ റീജനറേഷൻ ഫേസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ CR എന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ആദ്യം കാർബൺ ഫിക്സേഷൻ, 2 റിഡക്ഷൻ, 3 കാർബോഹൈഡ്രേറ്റ് ഫോർമേഷൻ, 4 റീജനറേഷൻ ഫേസ് എന്നുള്ളത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ആ ഒരു ഓർഡർ എന്നുള്ളത് എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ മൈക്രോ ന്യൂട്രിയൻറ്റ് ഇൻ പ്ലാന്റ്സ് വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ആക്ടിവേറ്റിംഗ് ദ എൻസൈം കാർബോക്സിലേസ് എന്നുള്ള എൻസൈം ആക്ടിവേറ്റ് ചെയ്യാം പ്ലാന്റ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് സിങ്ക്. അപ്പോൾ സിങ്ക് എന്ന് ഓർമ്മിക്കണം. കാർബോക്സിലേസ് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റാണ്, മൈക്രോ ന്യൂട്രിയൻ്റാണ് എന്ത്? സിങ്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹൈഡ്രോ കാർബൺ പ്രസൻറ്റ് ഇൻ LNG-യിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് മീഥൈനാണ്. LNG എന്നാണ് ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് LNG എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിലാണ് ഈ മീഥൈനാണ് അതിലുള്ള മെയിൻ കമ്പോണൻറ്റ്, മീഥൈൻ അല്ലെങ്കിൽ CH4. ഇനി ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് കൂൾ ഡൗൺ
ടു ലിക്വിഡ് ഫോം ഫോർ ഈസ് ആൻഡ് സേഫ്റ്റി ഓഫ് നോൺ പ്രഷറൈസ്ഡ് സ്റ്റോറേജ് ഓർ ട്രാൻസ്പോർട്ട്. അതായത് ഇത് എന്ത് ചെയ്യുന്നത്, ലിക്വിഡ് ഫോമിലാണ് അത് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്നത്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാണുന്ന അതിൽ ലിക്വിഡ് ഫോമിലാണുള്ളത്, പക്ഷെ നമ്മൾക്ക് ഗ്യാസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പുറത്തുനിന്ന് ലഭിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. എർത്തിൻ്റെ ക്രസ്റ്റിലാണ് കേട്ടോ. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ്. അപ്പോൾ ഞാൻ ഇതിലെല്ലാത്തിൻ്റെ ഇതുവരെ കണക്റ്റ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ഞാൻ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എർത്തിൻ്റെ ക്രസ്റ്റിൽ 3 എണ്ണമാണ് ഓർമ്മിക്കേണ്ടത്. ഒന്ന് ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ളത്, 2ാമത്തെ സിലിക്കൺ, 3ാമത്തെ അലൂമിനിയം. ഓക്കെ, എർത്തിൻ്റെ ക്രസ്റ്റിലെ കാര്യമാണ് പറയുന്നത് ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം. ഇനി 2ാമത്തെ ചിലപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റിലല്ല, ചിലപ്പോൾ അവരെന്ത് ചോദിക്കും, അറ്റ്മോസ്ഫിയറിൽ ചോദിക്കും. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, നൈട്രജനാണ്. 2ാമത് ഓക്സിജൻ, പിന്നെ ആർഗണും അതേപോലെ ചെറിയ എലമെൻറ്റ്സ്, ചെറിയ ഗ്യാസസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, ആ ഓർഡറാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്. ഇനി യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇതാണ്, ഹൈഡ്രജനാണ്. 91% പോലും ഹൈഡ്രജനാണ് യൂണിവേഴ്സിലുള്ളത്. പിന്നെ 9% അപ്രോക്സിമേറ്റ് 9% ഹീലിയം, ബാക്കിയുള്ള ഗ്യാസുകളൊക്കെ വളരെ ലെസ് ദാൻ 1% മാത്രമേ യൂണിവേഴ്സിലുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ് നോക്കുന്നത്, ദ ഫിനോമിനൻ ഇൻവോൾവ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിങ്ങിന് കാരണമായിട്ടുള്ള ഫിനോമിനൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നെയാണ് ഒന്ന് മിറാഷ്, ഈ മരുഭൂമിയിലൊക്കെ വെള്ളം ഉണ്ടെന്ന് തോന്നപ്പെടുന്ന ഒരു പ്രതിഭാസം, അതൊക്കെ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തന്നെയാണ്. അതേപോലെ റെയിൻബോയിലും എന്ത് വരുന്നുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട്. അതിൽ റെയിൻബോയിൽ റിഫ്രാക്ഷനും വരുന്നുണ്ട്, ഓർമ്മിക്കണം. അതിൽ കുറച്ച് അധികം കാര്യങ്ങൾ തിയറി അതിൽ വരുന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ 9 എന്താണ്, ദ ടൈപ്പ് ഓഫ് വേവ്സ് യൂസ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേവ് എന്താണെന്ന് വെച്ചാൽ അത് മൈക്രോവേവ് ആണ്. മൈക്രോവേവ് ഉപയോഗിച്ചിട്ടാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. താഴെ തന്നിരിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്ന ക്വസ്റ്റ്യൻ. കാർബൺ മോണോക്സൈഡ് എന്തല്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല. ബാക്കിയുള്ളത് CO3, ഓസോൺ, മീഥെയിൻ, അതേപോലെ H2O, വാട്ടർ വേപ്പർ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഓസോൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്നുള്ളത് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒരു പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. H2, അതായത് വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, CH4, മീഥേൻ ഉണ്ട്, N2O, അതായത് നൈട്രജൻ ഡൈ ഓക്സൈഡുകൾ, അതേപോലെ ഓസോണ്, ക്ലോറോഫ്ലൂറോ കാർബൺ, CFCs. ഇതൊക്കെ വരുന്നതാണ് എന്ത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പട്ടികയിൽ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഇതൊന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചേർന്നാണ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, കാർബൺ മോണോക്സൈഡ് കാണാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ഓഫ് 12 സൈഡ്. അതായത് 12 സൈഡുള്ള ഒരു പോളിഗൺ, ഇതാ ഇങ്ങനെയൊക്കെ 12 സൈഡ് ഉണ്ടെങ്കിൽ ഇതിന് അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഡയഗണൽ ഉണ്ടാവും. ഡയഗണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് വശങ്ങളിലേക്ക് വരക്കുന്നതാണ് ഡയഗണൽ. അപ്പോൾ ഇതിന് എത്ര ഡയഗണൽ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പോളിഗണിൻ്റെ ഡയഗണലിൽ കാണുന്ന ഇക്വേഷനാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്, n/n-3/2. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡാണ്. ഇവിടെ 12 ആണ് തന്നിരിക്കുന്നത്. അപ്പം 12 × 12 3 വർഷം എത്ര ഉണ്ടാവും, 9 /2. ഇപ്പോൾ 2 12 6 വർഷം പോകും. 9 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ 54 എന്നുള്ള ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് എയർ ഈസ് കോട്ടഡ് ആസ് KTB ദെൻ സോയിൽ ഈസ് കോട്ടഡ് ആസ്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കണമെന്ന് വെച്ചാൽ ഈ എയും 6ഉം 10 വീതം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, കെയും ബിയും കിട്ടും. ലാസ്റ്റിലത്തെ ലെറ്ററിൻ്റെത് 10 എണ്ണം വെച്ച് കൂട്ടാം. അതായത് എനോട് 10 അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ കെ എന്നുള്ള ലെറ്ററിലേക്ക് നമ്മളെത്തും. 6നോട് 10 അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയും എത്തും. പിന്നെ നടുവിലുള്ള ലെറ്റേഴ്സ് എത്ര അഡ്വാൻസ് ചെയ്യുന്നത് വെച്ചാൽ 11 അഡ്വാൻസ്, 11 കൂട്ടാം. അപ്പോൾ അപ്പോൾ എന്ത് കിട്ടും, I 11 കൂട്ടിക്കഴിഞ്ഞാൽ T കിട്ടും. അപ്പോൾ ഇത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 എണ്ണം എന്ത് ചെയ്യും, 10 കൂട്ടും. അപ്പോൾ നമുക്ക് സിയും കിട്ടും, വിയും കിട്ടും. നടുവിലുള്ള 2 എണ്ണം ഓയും ഐയും എത്ര കൂട്ടേണ്ടത്, 11 വീതം കൂട്ടുക. അങ്ങനെയാണ് വൈയും ടിയും കൂട്ടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. താഴെ തന്നിരിക്കുന്ന ഓഡ് വൺ ഔട്ട് ഒക്കെ സ്ക്വയർ ആണ്. 11ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ, 14ന്റെ സ്ക്വയർ. 151 എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 14ാമത്തെ ക്വസ്റ്റ്യൻ, 7:343 ആണെങ്കിൽ 6 എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. 7ന്റെ ക്യൂബാണ് ഈ തന്നിരിക്കുന്നത് 343. 6ന്റെ ക്യൂബ് എത്രയാണ്, 216 ആണ് 6ന്റെ ക്യൂബ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, എ മാൻ ഗോസ്, ഓക്കെ ആ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. ഓക്കെ, അപ്പോൾ എ മാൻ ഗോസ് 45 മീറ്റർ നോർത്ത്. ഇപ്പോൾ ഒരാൾ 45 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 20 മീറ്റർ.
അവിടെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. ദെൻ ടേൺസ് റൈറ്റ് എന്ന് പറയുമ്പോൾ അയാളുടെ റൈറ്റ് ഇനി ഇങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവുക. ആൻഡ് വാക്സ് 25 മീറ്റർ, ഇപ്പോൾ 25ആയി. ദെൻ എഗെയിൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്ക് 20 മീറ്റർ. എഗെയിൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി തിരിഞ്ഞിട്ട് എന്ത് ചെയ്യും, 20 മീറ്റർ നടക്കും. അപ്പോൾ അടിയിൽ ഇങ്ങോട്ടേക്ക് വന്നത് 20 മുകളിൽ അങ്ങോട്ടേക്ക് പോയത് എത്ര തന്നെയാണ്, 20 തന്നെയാണ്. എങ്കിൽ ഹൗ ഫാർ ഈസ് ഈ ഫ്രം ദി ഒറിജിനൽ പൊസിഷൻ? ഇപ്പോൾ ഒറിജിനൽ പൊസിഷൻ ഇതാണ്, അയാളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി 45 ഉണ്ട് ഇവിടെ ഉള്ളത്, അതേപോലെ ഒരു 25 ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ 45ഉം 25ഉം കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അയാളിപ്പോൾ ഉള്ള പൊസിഷൻ കിട്ടുക. ആ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 70 കിട്ടും. ഹാലീസ് കോമറ്റ് ഈസ് റെഗുലർലി വിസിബിൾ ഫ്രം എർത്ത് ഇൻ എവരി 76 years. The comet appeared in 1986. In which of the following years was the comet formerly visible from the earth? അതായത് ഈ ഹാലീസ് കോമറ്റ് എന്ന് പറയുന്നത് 76 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു സാധനമാണ്, ഒരു കോമറ്റാണ്. അപ്പോൾ ലാസ്റ്റ് ദിസ് കോമറ്റ് അപ്പിയേഴ്സ് ഇൻ 1986 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 1986 ഇതൊരിക്കൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ താഴെ തന്നിരിക്കുന്ന ഏത് ഇയറിലായിരിക്കും ഇനി ഇത് കാണാൻ ചാൻസ്, അതായത് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ 76 ഇതിൽ നിന്ന് 1986 കുറച്ചിട്ട് പോയാൽ മതി 76 എന്നുള്ള നമ്പർ. പക്ഷേ അത് കുറേ എന്താവും കുറച്ച് ചെയ്യേണ്ടതുണ്ടാവും. പക്ഷേ അതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ 76 ഇത് ശരിക്കും ഒരു എന്താണ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോലെയാണ്, ഒരു സമാന്തര ശ്രേണി പോലെയാണുള്ളത്. 76 എന്നുള്ളത് അതിൻ്റെ ഒരു കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഈ 1986നെ ഈ 76 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ, ആ റിമൈൻഡർ എത്രയാണെന്ന് വെച്ചാൽ 10 റിമൈൻഡർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും റിമൈൻഡർ? ശിഷ്ടം എന്ന് പറയുന്നത് 10. ഈ 10 ശിഷ്ടം ഇതിന് ശിഷ്ടം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണോ 76 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 10 ശിഷ്ടം കിട്ടുന്നത്, റിമൈൻഡർ കിട്ടുന്നത്, അതാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സീരീസിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 4 എന്ത് ചെയ്യുക, 76 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ലാസ്റ്റിലത്തെ 1378 മാത്രമേ എന്ത് കിട്ടും, നമുക്ക് റിമൈൻഡർ ആയിട്ട് 10 കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ്, ആ ഒരു ഇയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹാലിയസ് കോമറ്റ് വീണ്ടും വിസിബിൾ ആകുന്ന ഒരു ഇയർ വരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ്. ഈ തന്നിരിക്കുന്ന സീരീസിലെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇത് ഓരോന്നും തൊട്ടടുത്ത സംഖ്യകൾ കൂട്ടിയതാണ്. 0 1 കൂട്ടിയാൽ 1 കിട്ടും, 1 കൂടി കൂട്ടിയാൽ 2 കിട്ടും, 2 1 3, അതേപോലെ 3 2 കൂട്ടിയാൽ നമുക്ക് അടുത്തത് എന്താ കിട്ടും, 5 കിട്ടും. എ ഈസ് ദ ബ്രദർ ഓഫ് ബി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദറാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ബ്രദറാണെന്ന് കാണിക്കാൻ, മെയിലാണെന്ന് കാണിക്കാൻ ഞാൻ സ്റ്റാർ ഇടുന്നുണ്ട് അവൻ മുകളിലായിട്ട്. ഇനി എ ഈസ് ദ സൺ ഓഫ് സി. അപ്പോൾ എ ഈസ് ദ സൺ ഓഫ് സി ആണ്. അപ്പോൾ സി മുകളിലാണുള്ളത്, ഹയർ ജനറേഷനാണ്. ഓക്കെ, അപ്പോൾ സി എന്നുള്ളത് മുകളിലാണ്. ഇനി ഡി ഈസ് ദ ഫാദർ ഓഫ് സി. പക്ഷേ സിയുടെ ഫാദറാണ് എന്ത്, ഡി. അപ്പോൾ ഡി എന്ന് പറയുന്നത് മെയിലാണ്, ഓൾറെഡി ഫാദർ ആണല്ലോ. ഇനി ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഡി. ബി എന്ന് പറയുന്നത് ഡി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവർ 2 ബ്രദേഴ്സാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി എന്ന് പറയുന്നത് ബീൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ബി റിലേറ്റഡ് ടു ഡി എങ്ങനെയാണെന്നാണ്. ബി എന്ന് പറയുന്നത് ഗ്രാൻഡ് സൺ ആയിരിക്കും, ഡിയുടെ ഗ്രാൻഡ് സൺ ആയിരിക്കും, ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻ സ്ക്വയറുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആർക്ക് എന്തുമായിട്ടാണ് സ്ക്വയർ, അതായത് ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു സ്ക്വയർ ഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആർക്ക് ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണിത്, സർക്കിൾ. ഓൺ അറേഞ്ച് ചെയ്യുന്ന വേർഡ്സ് ആസ് ഇൻ ഡിക്ഷണറി അക്കൗണ്ട്. അതായത് ഡിക്ഷണറിയുള്ള പോലെ ഈ വേർഡ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിച്ച് കംസ് അറ്റ് ദി എൻഡിൽ കിട്ടുന്ന എന്തായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് തോന്നുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എന്ത് ചെയ്യുക, ഡിക്ഷണറിയുള്ള പോലെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന ആക്യുറേറ്റ് എന്നുള്ള വേർഡായിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി. 21ാമത്തെ ക്വസ്റ്റ്യൻ 21 മുതലുള്ള ഇംഗ്ലീഷാണ്. ഡസ് യുവർ ബ്രദർ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ഡസ് നേർക്കുന്നത് എന്തുകൊണ്ടാണ്, സിംഗിളാണ്, ബ്രദർ സിംഗിൾ സബ്ജക്റ്റിനെ കാണിക്കാനാണ്. അപ്പോൾ ഡസ് യുവർ ബ്രദർ പ്ലേ ക്രിക്കറ്റ്. അടുത്തത് ദ പ്രിൻസിപ്പൽ ടോൾഡ് ദ സ്റ്റുഡൻസ് ഡോണ്ട് മേക്ക് നോയ്സ്. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പൽ ടോൾഡ് ദ സ്റ്റുഡൻസ് നോട്ട് ടു മേക്ക്. ടു മേക്ക് എന്നാണ് വരിക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. 2 + എന്താണ് വരിക, വേർബ് ആണ് വരിക റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് നോക്കി നോക്കുക, ടു മേക്ക് നോയ്സ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, രാജു ഹാസ് ബീൻ ടീച്ചിങ് ഹെർ എന്താണ് സിൻസ്. അതായത് 2006 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. വി യൂസ്ഡ് ടു ലിവ് ഇൻ മുംബൈ. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് വി ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസുമാണ്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. അപ്പോൾ ഡിഡിൻ്റ് വി ആണ് ക്വസ്റ്റ്യൻ ടാഗ്. റൈറ്റിംഗ് റിക്വയർസ് എ ടേബിൾ വിച്ച് ഈസ് സ്റ്റഡി. അതായത് എഴുതാൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റഡി ആയിട്ടുള്ള ടേബിൾ ആവശ്യമുണ്ട്. നോട്ട് എ
നോട്ട് എ റിക്കറ്റി വൺ. റിക്കറ്റി എന്ന് വെച്ചാൽ ഉറപ്പില്ലാത്ത. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാത്തിൻ്റെ മീനിങ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആദ്യം റിക്കറ്റിൻ്റെ മീനിങ് ആണ്. റിക്കറ്റ് എന്ന് വെച്ചാൽ ഷെയ്ക്കി, അതായത് അൺസ്റ്റഡി ആയിട്ടുള്ള, ഉറപ്പില്ലാത്തത്, അങ്ങനെയൊക്കെയാണ് റിക്കറ്റ് എന്നുള്ളതിൻ്റെ മീനിങ്. അതാണ് നമ്മുടെ ആൻസറും. ഇനി ആ തന്നിരിക്കുന്നതിൽ ഓരോന്നായിട്ട് നോക്കാം. ജോവിയൽ, ആ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ജോവിയൽ എന്നുള്ളൊരു വേർഡ് കാണാം. ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജോവിയൽ എന്ന് വെച്ചാൽ ചെയർഫുൾ ആൻഡ് ഫ്രണ്ട്ലി ആണ്. ചെയർഫുൾ ആൻഡ് ഫ്രണ്ട്ലി, ഹാപ്പി ആയിട്ടുള്ള. ഷി വാസ് ഇൻ ജോവിയൽ മൂഡ്, ഹാപ്പി മൂഡ് എന്നൊക്കെ പറയുന്നതാണ് ജോവിയൽ. ഇനി ഓപ്ഷൻ സി ഉള്ളതെന്നുണ്ടെങ്കിൽ എക്സ്യൂബറൻറ്റ്. എക്സ്യൂബറൻ എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഓഫ് എനർജി, എക്സൈറ്റ്മെൻ്റ് ആണ്, ഫുൾ ഓഫ് എനർജി. ഓക്കെ, അപ്പോൾ എക്സ്യൂബറൻറ്റിൽ നിന്നുള്ള മീനിങ് കൂടെ ഓർമ്മിച്ചേക്കാം. ലാസ്റ്റ് ഒരു വേർഡ് ഉണ്ട് ഗ്രിഡിൽഡ്. ഗ്രിഡിൽ എന്ന് വെച്ചാൽ അരപ്പട്ടയാണ്, ഗ്രിഡിൽഡ്, പട്ട. 26ാമത്തെ ക്വസ്റ്റൻ, ദ സെക്രട്ടറി റീഡ് ദ റിപ്പോർട്ട്. അപ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? സെക്രട്ടറി, ദ റിപ്പോർട്ട് വാസ് റീഡ് ബൈ ദി സെക്രട്ടറി. ഇപ്പോൾ റീഡ് ദി റിപ്പോർട്ട് എന്നുള്ളത് എന്താ? ജസ്റ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. അപ്പോൾ വാസ് റീഡ് ബൈ ദി സെക്രട്ടറി. ചൂസ് ദി കറക്റ്റ് സെൻറ്റൻസ്. അതായത് അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് ആണെന്ന് പറയുന്നത് ന്യൂട്ടൺ വാസ് ക്ലവറർ ദെൻ എനി അതർ സയൻറ്റിസ്റ്റ്. അതാണ് ആ തന്നിരിക്കുന്നതിലെ ഏറ്റവും കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്. ഐദർ രാജു ഓർ രജനി ഡാഷ് ദിസ് മിസ്ചീഫ്. അപ്പോൾ ഹാസ് ഡൺ ആണ് വരിക. ഈ ഐദർ ഓർ വരുമ്പോൾ എപ്പോൾ നോക്കേണ്ടത്, ഐദർ ഓർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് എങ്ങനെയാണോ ഉള്ളത്, അത് സിംഗുലർ ആണെങ്കിൽ ഇവിടെയുള്ള സിംഗുലർ ആയിരിക്കും, അത് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ ചേർക്കുന്നത് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഐദർ ഓറിൻ്റെ മാത്രമല്ല, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതൊക്കെ വരുന്നത് ഇപ്പോൾ ഇതേ ഒരു റൂൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ രഞ്ജിനുള്ള സിംഗിൾ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഹാസ് ഡൺ ആണ് നമ്മുടെ ആൻസർ. ദ പ്രസിഡന്റ് വിസിറ്റഡ് ദി ഫ്രീഡം ഫൈറ്റർ. ഓക്കെ, ഹിയർ ദ വേർഡ് വിസിറ്റഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ. വിസിറ്റഡ് എന്ന അർത്ഥം വരുന്ന താഴെ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കോൾഡ് ഓൺ ആണ് വിസിറ്റഡ്. ഒരാളെ വിസിറ്റ് ചെയ്യുന്ന, ഒരു പേഴ്സണെ വിസിറ്റ് ചെയ്യുന്നതാണ് എന്ത്? കോൾഡ് ഓൺ. കോൾഡ് അറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലേസ്, ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്ന നമ്മൾ എന്ത് പറയും? കോൾഡ് അറ്റ് എന്ന് പറയും, പ്ലേസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഷീ ഹാഡ് കം ടു മൈ ഹൗസ്. അവൾ എന്ത് ചെയ്യുന്നുള്ള, ഈ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ആണ് വരിക. ഹാഡ് കം എന്ന് വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഐ വുഡ് ഹാവ് ഗിവൺ യുവർ അഡ്രസ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിരവധി പ്രീവിയസ് പേപ്പറിൽ വന്നതാണ്. ഞാൻ മിക്കവാറും ക്വസ്റ്റ്യൻസിലൊക്കെ അതിൻ്റെ കറക്റ്റ് ഫോം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പുള്ള വീഡിയോസിൽ. കുമാരനാശാൻ ഡയഡ് ഇൻ ദ ഇയർ. ഇപ്പോൾ കുമാരനാശാൻ ഡയഡ് ഏത് വർഷമാണ് അന്തരിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. 1924 അപ്പോൾ കേരള PSC കോമൺ ആയിട്ട് ചില ആളുകളുടെ മാത്രമാണ് ബർത്ത് ഡേറ്റും അതേപോലെ ഡെത്ത് ഡേറ്റും ചോദിക്കാറുള്ളത്. കുമാരനാശാൻ, അതേപോലെ ശ്രീനാരായണ ഗുരു, ഇവരുടെയൊക്കെ എന്ത് ചെയ്യണം? ബർത്ത് ഡേറ്റ്, ഡെത്ത് ഡേറ്റ്, അതേപോലെ ജന്മസ്ഥലം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. കുമാരനാശാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് കൂടി നമുക്കിവിടെ ഓർമ്മിച്ചേക്കാം. ഒന്ന് എന്താണ്? ജനിച്ച സ്ഥലമാണ്. ജനിച്ച സ്ഥലം കായിക്കര ഗ്രാമമാണ്. ഓക്കെ, അത് ഓർമ്മിക്കുക, കായിക്കര ഗ്രാമം. അതേപോലെ 1903 അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ SNDP യോഗം സ്ഥാപിച്ചു. SNDP യോഗം യാചിച്ചപ്പോൾ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയത് ആരാണ്? 1903 ഈ കുമാരനാശാനാണ്. അപ്പോൾ ഈ 1904 എന്ത് ചെയ്യുന്നത് വെച്ചാൽ SNDPയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഡിറ്റർ, പത്രാധിപർ എന്ന് പറയുന്നത് ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. അപ്പോൾ വിവേകോദയത്തിൻ്റെ എഡിറ്റർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആരാണ്? കുമാരനാശാനാണ്. 1903 ജനറൽ സെക്രട്ടറി ആവുന്നത് കുമാരനാശാൻ. പിന്നെ അദ്ദേഹം മരിച്ചതാണ് റെഡിമർ ബോട്ട് അപകടം. അപ്പോൾ റെഡിമർ ബോട്ട് അപകടം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? പല്ലനയാറ്റിൽ വെച്ചിട്ടാണ് റെഡിമർ ബോട്ട് അപകടം നടന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കൂടി ഓർമ്മിച്ചേക്കാം. വീണപൂവ്, നളിനി, ലീല, ദുരവസ്ഥ, ചിന്താവിഷ്ടയ സീത, ഇവയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഓഥർ ഓഫ് ദ ശിവയോഗ രഹസ്യം. ശിവയോഗ രഹസ്യം എഴുതിയിരിക്കുന്നത് ബഹ്മാനന്ദ ശിവയോഗിയാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം ബള്ളി. ബള്ളിയാണോ ബുള്ളിയാണോ പ്രൊണൗൺസിയേഷൻ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ? അത് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഹോക്കിയുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ടേംസും ഇതിൽ വരുന്നുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് പ്ലെയർ വാസ് ദി ഫസ്റ്റ് ടു സ്കോർ എ ഡബിൾ സെഞ്ചുറി ഇൻ ODI ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. അതായത് 1 ഡേ ഇൻ്റർനാഷണലിലെ ഡബിൾ സെഞ്ചുറി, അതായത് 200 എടുക്കുന്ന ആദ്യത്തെ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. 35, ഹൂ ഈസ് ദ ഓഥർ ഓഫ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ബുക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബുക്ക്സ് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ബുക്സ് ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് എന്താണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം തന്നെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ദ തിയറി ഓഫ് എവരിതിങ്,
തിയറി ഓഫ് എവരിതിങ് ഓർമ്മിക്കുക, അദ്ദേഹത്തിനാണ്. ദ ഗ്രാൻഡ് ഡിസൈൻ അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് എന്താണ്? ബ്ലാക്ക് ഹോൾസ് ആൻഡ് ദി ബേബി യൂണിവേഴ്സ് ആൻഡ് അതർ എസ്സേസ്. അപ്പോൾ മെയിനായിട്ട് ഇത് ഓർമ്മിക്കുക, ആദ്യത്തെ 2-3 സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 36 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് അറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊൽക്കട്ടയാണ്. ഈ ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചിട്ട് PSC സാധാരണയായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന PSC അതേപോലെ ജനറൽ എക്സാംസിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാം എന്ന് പറയുന്നത് കല്ലണി ഡാമാണ്. കല്ലടി ഡാം കാവേരി നദിക്ക് കുറുകെയാണ് കല്ലണി ഡാം വരുന്നത്. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് വെൽ ഏതാണെന്ന് വെച്ചാൽ മാതാ ഭവാനി സ്റ്റെപ്പ് വെല്ലാണ് ഗുജറാത്തിലുള്ളത്. ഇനി ഫസ്റ്റ് ടെമ്പിൾ കൺസ്ട്രക്റ്റഡ് ഫ്രം എ സിംഗിൾ റോക്ക് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത ആദ്യത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് കൈലാസ ടെമ്പിളാണ്. എല്ലോറയിലുള്ള കൈലാസ ടെമ്പിളാണ്. കൃഷ്ണ 1, അതായത് രാഷ്ട്രകൂത കിങ് കൃഷ്ണ 1 ഇതിൻ്റെ കൺസ്ട്രക്ട് ചെയ്തതെന്ന് ആ ടൈമിലാണ്. അടുത്തത് ഫസ്റ്റ് ട്രൂ ഡോം ഇൻ ഇന്ത്യ. ആദ്യത്തെ ട്രൂ ഡോം എന്ന് പറയുന്നത് അലൈ ദർവാസയാണ്. കുത്തബ് മിനാർ കോംപ്ലക്സിലുള്ള അതേ അലൈ ദർവാസയാണ് അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച അലൈ ദർവാസയാണ് ആദ്യത്തെ ഫസ്റ്റ് ട്രൂ ഡോം എന്നറിയപ്പെടുന്നത്. അതേപോലെ ഫസ്റ്റ് ചർച്ച് ഇൻ ഇന്ത്യ സെൻറ്റ് തോമസ് ചർച്ചാണ്. സെൻറ്റ് തോമസ് ചർച്ച് പാലയൂർ. പിന്നെയുള്ളത് ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ ചെരമാൻ ജുമാ മോസ്ക് ഇൻ കൊടുങ്ങല്ലൂർ താലൂക്ക്, തൃശ്ശൂർ. അപ്പോൾ ഇത് ഓർമ്മിച്ചേക്കാം. ഇതിലധികം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഫൗണ്ടർ ഓഫ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ആക്കുന്ന 2 ഫാക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ പറയാം, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ 1905 പൂനെയിൽ വെച്ചാണ്. എന്നാൽ ഇതേപോലെ തന്നെയുള്ള ഒരു സൊസൈറ്റി കൂടി സ്ഥാപിച്ചിട്ടുണ്ട്, സർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ലാല ലജ്പത് റായിയാണ്. അത് 1921. സോ 2 മാറിപ്പോയത്. ലാല ലജ്പത് റായ് പീപ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കൺഫ്യൂഷനൊക്കെ ഒഴിവാകും. ലാല ലജ്പത് റായ് പീപ്പിളായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഫാക്ട്സ് വെച്ച് എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്ത്. അതായത് ലാല ലജ്പത് റായ് എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. ഈ സൈമൺ കമ്മീഷൻ്റെ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കൊല്ലപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ലാല ലജ്പത് റായിനെ നമുക്കവിടെ കണക്ട് ചെയ്യാം. ആ ഒരു സൈമൺ കമ്മീഷൻ്റെ ആ ഒരു കൊല്ലപ്പെട്ട പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നത്, ഗൂഢാലോചന കുറ്റവും അതിൻ്റെ ശേഷം ഉണ്ടായിരുന്ന തൂക്കി കൊല്ലലൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ലാംഗ്വേജ് ഫസ്റ്റ്ലി അറ്റൈൻഡ് ദി ക്ലാസിക്കൽ സ്റ്റാറ്റസ്. ഫസ്റ്റ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ലഭിച്ച ഭാഷ എന്ന് പറയുന്നത് എന്താണ്? തമിഴാണ്. ഓക്കെ, അപ്പോൾ തമിഴ്, കന്നഡ, മലയാളം, ഒഡീഷ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിരിക്കുന്ന തെലുങ്ക്, ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതുവരെയായിട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒഡിയാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഒഡിയ 2014. അപ്പോൾ മലയാളം ഓർമ്മിക്കുക, മലയാളം 2013 മലയാളത്തിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് പദവി കിട്ടുന്നത്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദി നോവൽ പതർ പഞ്ചാലി എന്നുള്ള നോവലിൻ്റെ ഗ്രന്ഥകർത്താവ് വിഭൂതിഭൂഷൺ ബന്ദ്യോപാധ്യായാണ്. 40 കിങ് ജോങ് യുൻ ഈസ് ദ പ്രസിഡന്റ് ഓഫ്. കിങ് ജോങ് യുന് നോർത്ത് കൊറിയയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഇവിടെ പറയാം. ഒന്ന്, ആദ്യത്തെ നോർത്ത് കൊറിയ അറിയാമല്ലോ, കിം ജോങ് യുന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഭരണാധികാരി. ഇനി ക്യാപിറ്റലാണ് പ്യോങ്യാങ് ആണ് ക്യാപിറ്റൽ. കറൻസി നോർത്ത് കൊറിയൻ വൺ, അതാണ് അതവിടുത്തെ കറൻസി. ഇനി സൗത്ത് കൊറിയ ജസ്റ്റ് ഓർമ്മ, സൗത്ത് കൊറിയൻ പ്രസിഡൻ്റാണ് മൂൺ ജെയിൻ ആണ് സൗത്ത് കൊറിയൻ പ്രസിഡന്റ്. അതേപോലെ ക്യാപിറ്റൽ സിയോളാണ്. സൗത്ത് കൊറിയൻ വണ്ണാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. 41 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ നോമിനേറ്റ് 2 മെമ്പേഴ്സ് ടു ലോകസഭ ഫ്രം ഡാഷ് കമ്മ്യൂണിറ്റി. അപ്പോൾ പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന പിന്നെ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 2020 അതൊക്കെ മാറിയിട്ടുണ്ട്. ലാസ്റ്റ് അമെൻഡ്മെൻറ്റ് പ്രകാരം, ഇത് ലാസ്റ്റ് 104ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, 2020 ജനുവരിയോടെ ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു കളയുന്നുണ്ട്. അതായത് പ്രസിഡന്റിന് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള
നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു പദവി എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി എന്തല്ല, വാലിഡ് അല്ല. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ അമെൻഡ്മെൻറ്റാണ്. 42nd അമെൻഡ്മെൻറ്റാണ്. 42 4 കൂട്ടിയാൽ 6ആണ്. അപ്പോൾ 1976 എന്ത് ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പറയപ്പെടുന്ന അമെൻഡ്മെൻറ്റ് കുറേ നടത്തുന്നത്. അപ്പോൾ ഈ അമെൻഡ്മെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. 43 ടു ദ റിറ്റ് വിച്ച് ഇസ് റിലേറ്റഡ് അൺലോഫുൾ ഡിറ്റൻഷൻ ഓർ ഇംപ്രിസൺമെൻറ്റ്. അതായത് നമുക്ക് 5 ടൈപ്പ് റിറ്റ് ഉണ്ട്. അതിൽ ഈ അൺലോഫുൾ ഡിറ്റൻഷൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്, ഒരാളെ അന്യാധീനമായിട്ട് എന്ത് ചെയ്യുക, തടവിൽ വെക്കുന്ന, അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഇതിൽ പിക്ചറിൽ തന്നിരിക്കുന്ന 5 റിറ്റുകളുണ്ട്. 5 റിറ്റിൽ ഒന്ന് റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ. റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ്റെ മീനിങ് ആണ് ഫോർബിഡ്. അതായത് എന്താണ്, ലോവർ കോർട്ടിനോട് ഹയർ കോർട്ട് അതായത് കേസ് എടുക്കുമ്പോൾ അവരെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് എന്ത്, റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ. അതേപോലെ റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. റിറ്റ് ഓഫ് സെർട്ടിയറി ആണ് ടു ബി ഇൻഫോംഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഏതിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, അതായത് ലോവർ കോർട്ടുകളൊക്കെ ഒരു കേസ് പെൻഡിങ്ങിലായി കഴിഞ്ഞാൽ അത് ഹയർ കോർട്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റിറ്റ് ഓഫ് സെർട്ടിയറി ഉപയോഗിക്കും. അതുപോലെ റിറ്റ് ഓഫ് മാൻഡമസ് ഉണ്ട്. മാൻഡമസ് എന്ന് വെച്ചാൽ കമാൻഡ് എന്നാണ് അർത്ഥം. അതായത് ഏതെങ്കിലും ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അവരോട് ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കുന്ന ഒന്നാണ് മാൻഡമസ്. റിറ്റ് ഓഫ് ക്യോ വാറണ്ടോ ആണ്. അതിൻ്റെ അർത്ഥമാണ് ബൈ വാട്ട് അതോറിറ്റി, അതാണ് അതിൻ്റെ മീനിങ്, അല്ല അണ്ടർ വാട്ടർ അതോറിറ്റി. അതായത് ഒഫീഷ്യൽ, ഒരു പബ്ലിക് ഒഫീഷ്യൽസ് അവരുടെ ഓഫീസ് ഇതിൻ്റെ അർത്ഥം എന്ത് അതോറിറ്റിയുടെ അധികാരത്തിലാണ് അവരവിടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അനധികൃതമായിട്ടാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു റിട്ടാണ് ക്യോ വാറണ്ടോ. 44 വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം സിവിൽ കോഡ്? യൂണിഫോം സിവിൽ കോഡ് സ്റ്റാൻഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ഇപ്പോൾ ഗോവയിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൂ. 45 ഹൂ ഈസ് എ പാരൻറ്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ആസ് ദി കേസ് മേ ബി വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years? വിച്ച് അമെൻഡ്മെൻറ്റ് ആക്ട് ആഡഡ് ദീസ് ലൈൻസ് ഇൻ ടു ദി പാർട്ട് 4A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ആ ഒരു അമെൻഡ്മെൻറ്റാണ്. 86ാമത്തെ അമെൻഡ്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊണ്ടുവരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോകായുക്ത. ലോകായുക്ത കൊണ്ടുവരുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ലോകായുക്ത അതേപോലെ ലോക്പാൽ, സെൻട്രലിലുള്ളതാണ് ലോക്പാൽ. ഈ ലോകായുക്ത ലോക്പാലും എന്താണ്, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 47 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ഈസ് നോൺ ബൈ ദ ഇയർ. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് 2005 ഇൻ വിച്ച് ഇയർ ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആക്ട്. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആക്ട് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് 2006 എന്നാൽ അത് പല പേരുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ട്രൈബൽ റൈറ്റ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ട്രൈബൽ ലാൻഡ് ആക്ട്. ഇതൊക്കെ എന്താണ്, സെയിം സംഭവം തന്നെയാണ്. അത് ഇനാക്ട് ചെയ്യുന്ന 2006 കമൻസ് ചെയ്യുന്നത് നിലവിൽ വരുന്നത് എന്ത് ചെയ്യുന്നതാണ്, 2007. 49 ടോൾ ഫ്രീ നമ്പർ ഓഫ് ചൈൽഡ് ലൈൻ ഇൻ ഇന്ത്യ. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ഏതാണ്, 1098 1098. ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഫാക്ട്സ് കൂടി ഇവിടെ പറയാം. ഒന്ന് പോക്സോ ആണ്. പോക്സോ ആക്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 2012 എന്ത് ചെയ്യുന്നത്, പോക്സോ ആക്ട് വരുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആണ്. അതിൻ്റെ ഫുൾ ഫോം 2012 വരുന്നത്. 18 ഇയറിന് ഏജിന് താഴെയുള്ളവരൊക്കെ എന്ത് വരും, ഇതിൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതായത് ചൈൽഡായിട്ട് കാണാം. 50 അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് കം അണ്ടർ ദി എക്സെപ്ഷൻ ഫ്രം ഡിസ്ക്ലോസർ ഓഫ് ഇൻഫർമേഷൻ. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, വിവരം കൊടുക്കാത്ത ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എഫക്ട് ദി സവർണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഈ ടൈപ്പ് ഇൻഫർമേഷൻ എന്തല്ല, RTI വഴി അവൈലബിൾ അല്ല. അതേപോലെ ബ്ലീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് പാർലമെൻറ്റ്,
ആ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല, ക്യാബിനറ്റ് പേപ്പേഴ്സും എന്തല്ല അവൈലബിൾ അല്ല. എന്നാൽ അഫിഡവിറ്റ് സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ്സ് ഫോർ ജനറൽ ഇലക്ഷന് വേണ്ടി സബ്മിറ്റ് ചെയ്ത അഫിഡവിറ്റ് എന്ത് ചെയ്യുക, നമുക്ക് RTI ആപ്ലിക്കേഷൻ വഴി എന്ത് ചെയ്യുക, ഒരാൾക്ക് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. 51 അന്ത്യോദയ അന്ന യോജന AAY schemes provide fruit grains at highly subsidized rate to the following target group of, അതായത് AAY അന്ത്യോദയ അന്ന യോജന എന്നുള്ളത് ഏത് ആൾക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ്? അത് പ്യൂറസ്റ്റ് BPL ഫാമിലീസ് ഐഡൻറ്റിഫൈഡ് ബൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതിൽ ഒന്ന് ഓർമ്മിക്കാനുള്ളത് അന്ത്യോദയ അന്ന യോജനയുടെ ലോഞ്ച് ചെയ്ത ഡേറ്റ് 2000 ആണ്. അതേപോലെ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ആണ്. പിന്നെ ഉള്ളത് ഏത് ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്യൂറസ്റ്റ് BPL ഫാമിലിയാണ്. ഓൾ BPL ഫാമിലി അല്ല, പ്യൂറസ്റ്റ് BPL ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്യൂറസ്റ്റ് BPL ഫാമിലി. 52 വിച്ച് ഗവൺമെൻറ് സ്കീം പ്രൊവൈഡ് ₹500 ആസ് ബർത്ത് ഗ്രാൻഡ് ടു ദി മദർ ഓൺ ഡെലിവറി ഓഫ് എ ബേബി ഗേൾ ആസ് വെൽ ആസ് ആനുവൽ സ്കോളർഷിപ്പ് ഫോർ ദി ഗേൾസ് ചൈൽഡ് എഡ്യൂക്കേഷൻ. അതായത് ഒരു പെൺകുട്ടിയെ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിലൂടെ 500 രൂപയും അമ്മക്ക് 500 രൂപയും, അതേപോലെ ഡെലിവറി ഓഫ് ബേബി ഗേൾ ആസ് വെൽ ആസ് എൻ ആനുവൽ സ്കോളർഷിപ്പ് ഫോർ ദ ഗേൾസ് ചൈൽഡ് എഡ്യൂക്കേഷൻ. അതേപോലെ ഗേൾസ് ചൈൽഡിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ആനുവൽ സ്കോളർഷിപ്പും ഏർപ്പെടുത്തുന്ന സ്കീം എന്ന് പറയുന്നത് ബാലിക സമൃദ്ധി യോജനയാണ്. ബാലിക സമൃദ്ധി യോജന പേരിൽ തന്നെ ഉണ്ട്, ബാലിക സമൃദ്ധി യോജന. അതേപോലെ ബാലിക സമൃദ്ധി യോജനയുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒന്ന് നോക്കാം, മഹിളാ സമൃദ്ധി യോജന. അപ്പോൾ മഹിളാ സമൃദ്ധി യോജന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോൺ ടു വുമൺ എൻ്റർപ്രണേഴ്സിന് ലോൺ അവൈലബിൾ ചെയ്യുന്ന ഒരു സ്കീമാണെന്ത്, മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന 2 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഓപ്ഷൻ ഡിയിലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്താണ്, അത് എഫിഷ്യൻസി വെൽഫെയർ സർവീസ് ഇൻഡൻറ്റ് ഗേൾസ്, അതായത് ഗേൾസ് ചിൽഡ്രന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത്. 2015 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് എന്ത് ചെയ്യണം, ഓർമ്മിച്ചേക്കണം. പിന്നെ അടുത്തൊരു സ്കീം എന്ന് പറയുന്നത് എന്താണ്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ആ ഓപ്ഷൻ സിയിലുള്ള സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു അക്കൗണ്ട് സ്കീമാണ്. അതായത് ഒരു എന്താണ് ബാങ്ക് അക്കൗണ്ട് സ്കീമാണ്, സേവിങ്സ് സ്കീമാണ്. ഇതിൽ പാരൻസിനെ എൻകറേജ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, അതായത് കുട്ടി ഫീമെയിൽ ചൈൽഡിനൊക്കെ വേണ്ടിയിട്ട് ജനിച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവരതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിനുശേഷം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ മാരേജിന് വേണ്ടിയിട്ടോ ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു സ്കീമാണിത് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ലോഞ്ച് ചെയ്ത ഡേറ്റ് ഓർമ്മിക്കുക, 2015 ലോഞ്ച് ചെയ്ത ഡേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53 വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പണൻറ്റ് അണ്ടർ ഭാരത് നിർമ്മാൺ ആക്ഷൻ പ്ലാൻ ഫോർ ദി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതായത് ഭാരത് നിർമ്മാണിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം ഭാരത് നിർമ്മാണം എന്താണെന്ന് നോക്കാം. ഭാരത് നിർമ്മാണം എന്താണ്, ബേസിക് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്കീമാണ് ഭാരത് നിർമ്മാൺ. അതായത് റൂറലാണ്, അർബൻ അല്ല, അത് ഗ്രാമീണമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ഇറിഗേഷൻ, 2 റോഡ്, 3 ഹൗസിങ്, വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ പ്രോഗ്രാം, ഇലക്ട്രിഫിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ. ഒന്നുകൂടി നോക്കാം. ഇറിഗേഷൻ, റോഡ്, വാട്ടർ സപ്ലൈ, ഹൗസിങ്, ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇവയുടെ റൂറൽ ഏരിയയിലുള്ള ഇതിൻ്റെ പ്രവർത്തനമാണ് ഭാരത് നിർമ്മാണമായിട്ട് മെയിനായിട്ട് കൊണ്ടുവരുന്നത്. അത് 2005 കൊണ്ടുവരുന്നത്. എന്നാൽ നമുക്ക് തന്ന ഓപ്ഷനിൽ ഉള്ളത്, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്, SHG ആണ്, റൂറൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അതൊന്നും എന്തില്ല, ഈ ഭാരത് നിർമ്മാണിൽ വരുന്നില്ല. ബാക്കി ഓപ്ഷൻ എയും ഇലക്ട്രിഫിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹൗസിംഗ് ഒക്കെ ഭാരത് നിർമ്മാണിൽ ഉൾപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ 54 ബെനിഫിഷ്യറീസ് ഓഫ് ഓൾ ഇന്ദിരാ ആവാസ് യോജന. ഇന്ദിരാ ആവാസ് യോജന പബ്ലിക് ഹൗസ് സ്കീം ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ബൈ. അതായത് ഇന്ദിരാ ആവാസ് യോജന വഴി എന്താണ്, പബ്ലിക് ഹൗസ് സ്കീം, അതായത് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇന്ദിരാ ആവാസ് യോജന. അതിൻ്റെ ഇതുള്ളത്, അതിലെ ആൾക്കാരെ കണ്ടെത്തുന്നത് ഏത് വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഗ്രാമസഭയാണ് എന്ത് ചെയ്യുന്നത്, അതിൽ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ദിരാ ആവാസ് യോജനയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ഇന്ദിരാ ആവാസ് യോജന എന്നല്ല, അത് പ്രീവിയസ് പേരാണ്. ഇപ്പോൾ അത് പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ 2015 അതേപോലെ തന്നെ ഗ്രാമീണ ആവാസ് യോജന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ ഏരിയയിൽ ഇതിൻ്റെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. 2022 എല്ലാവർക്കും വീട് എന്നുള്ളൊരു ആശയത്തോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. അത് 2015
എന്ത് ചെയ്യുന്നത്, അത് ലോഞ്ച് ചെയ്തത്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതായത് ICDS സ്കീം ഈസ് മെയിൻലി ഇംപ്ലിമെൻറ്റഡ് ത്രൂ. ICDS സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് അംഗനവാടി വഴിയാണ് ICDS പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ICDSുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഒന്ന് പറയാം. ഒന്ന് എന്താണ്, സർവീസ് ടു ചിൽഡ്രൻ അണ്ടർ 6 years ഓഫ് ഏജ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു കാര്യങ്ങളാണ് ഈ ICDS വഴി മെയിനായിട്ട് നോക്കുന്നത്, അമ്മയുടെയും അതേപോലെ കുട്ടിയുടെയും. ഇനി ലോഞ്ച് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1975 മിനിസ്റ്റർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അത് മാത്രമേ ഇതിലിപ്പോൾ മെയിനായിട്ട് ഓർമ്മിക്കാനുള്ളത്. 56ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അത് ലോഞ്ച് ചെയ്തപ്പോഴാണ് 1975. 57ാമത്തെ ക്വസ്റ്റ്യൻ, ജവഹർ റോസാഗർ യോജന സ്കീം എയിംഡ് അറ്റ്. ജവഹർ റോസാഗർ യോജന എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് സസ്റ്റൈൻഡ് എംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ജവഹർ റോസാഗർ യോജന. 58, വിച്ച് ഈസ് ദി പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ 1997 ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള. അതായത് ഗവൺമെൻറ് ഓഫ് കേരളയും SPEM, അതായത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആയി ബന്ധപ്പെട്ട് 1997 സ്റ്റാർട്ട് ചെയ്ത ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം, അതാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചു, ഇതിൽ നിന്നുള്ള മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. ഓക്കെ, 97 പറയുന്നത് 97 എന്നാണ് ഇവിടെ. 98 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി കുടുംബശ്രീ ഇതിൽ നിന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് SPEM, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. ഓക്കെ, ആദ്യമായിട്ട് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറത്താണ് 1998. എന്നാൽ 1999 ആദ്യത്തെ കുടുംബശ്രീ പദ്ധതി വരുന്നത്. അത് ആലപ്പുഴയിൽ. അപ്പോൾ അതുകൂടി ഓർമ്മിക്കുക. അപ്പോൾ കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ്, ഇതാണ് കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീ തന്നെയാണ്. വിച്ച് സെറ്റ് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് കുടുംബശ്രീസ് 3-tier സ്ട്രക്ചർ ഫോർ വുമൺ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ഫ്രം ബോട്ടം ലെവൽ ടു ടോപ്പ് ലെവൽ. അതായത് കുടുംബശ്രീയുടെ ആ ഒരു 3-tier സ്ട്രക്ചർ ഉണ്ട്. ഏറ്റവും അടിയിൽ നിന്നുള്ള അത് മുകളിലോട്ട് എത്രത്തോളം വരുന്നുണ്ട്, അത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആണ്. ഫസ്റ്റ് വരുന്നത് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ആണ്, NHG എന്ന് പറയുന്നത്, അയൽക്കൂട്ടം മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ചേർന്ന് കഴിഞ്ഞതാണ് എന്ത്, ഏരിയ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ADS എന്നറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ മുകളിലുള്ള ഡിവിഷനാണ് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, CDS എന്ന് പറയുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ, മഹിളാ സമൃദ്ധി യോജന പ്രൊവൈഡ്സ്. മഹിളാ സമൃദ്ധി യോജന നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് എന്താണ്, മൈക്രോ ഫിനാൻസ് ടു വുമൺ എൻ്റർപ്രണറിന് മൈക്രോ ഫിനാൻസ്, അതായത് ധനസഹായം നൽകുക അല്ലെങ്കിൽ ലോൺ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, മഹിളാ സമൃദ്ധി യോജന വന്നത്. മുതലുള്ള ക്വസ്റ്റ്യൻസ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. The students in a class can be divided into groups of 2, 5, 6 and 10. What is the least number of students this class can have? അതായത് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന് 2, 5, 6, 10 ഉള്ള ഗ്രൂപ്പുകളാക്കാൻ പറ്റുന്നുവെങ്കിൽ ആ ക്ലാസ്സിലുള്ള ഏറ്റവും ചുരുങ്ങിയത് എത്ര കുട്ടികൾ വേണമെന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇതിനെ LCM ആണെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ LCM കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അല്ലെങ്കിൽ ഓപ്ഷനിലുള്ളത് എടുത്തിട്ട് നോക്കിയാൽ മതി. ഓപ്ഷനിലുള്ള ഓരോ നമ്പർ എടുത്തിട്ട് ഉള്ള നമ്പറിനെ ഏതുകൊണ്ടാണോ 2, 5, 6, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ നോക്കുക. അപ്പോൾ 30 എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് 2, 5, 6, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ചെറിയ നമ്പർ. അല്ലെങ്കിൽ 2, 5, 6, 10ൻ്റെ LCM കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, 30 ആൻസർ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ 62 ഇഫ് 2x + 3y ഈസ് ടു 3x + 4y ഈക്വൽ ടു 23/32. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് x ഈസ് ടു y. സോ ഇത് കുറേ രീതിയിൽ ചെയ്യാം, 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ 3x + 4y ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്, 23/32. അപ്പോൾ സാധാരണയായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എക്സും വൈയും ഒരു സ്ഥലത്തെത്തിയതിന് ശേഷമാണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വേറെ രീതി ചെയ്യുന്ന എങ്ങനെയാണ് ഞാനൊന്ന് പറയാം. ഒന്ന് ഡിവൈഡ് ബൈ y. ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാത്തിനും എന്ത് ചെയ്യുക, മുകളിലും താഴെ y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മുകളിൽ എന്താവും, 2x ഡിവൈഡ് ബൈ y ആവും, പ്ലസ് ഈ 3y/y-നെ y കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ 3 മാത്രമായി. ഇനി അടിയുള്ളത് എന്താവും, y കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3x/y ആവും. അതേപോലെ 4y/y-നെ ചെയ്ത് കഴിഞ്ഞാൽ 4 മാത്രമാവും.
അപ്പോൾ ഇടത് സൈഡിൽ മാത്രമേ നമ്മൾ y കൊണ്ട് ചെയ്യുന്നുള്ളൂ. മുകളിലും താഴെയും ചെയ്യുന്നതുകൊണ്ട് നമ്പറിന് മാറ്റമൊന്നും വരില്ല. ഇനി ബാക്കി വലത് സൈഡിലുള്ള അതേപോലെ തന്നെ 32. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 32 ഇൻറ്റു 2x 32 ഇൻറ്റു എന്താണ് 2x/y + 3 ഈക്വൽ ടു ഈ 3x അടിയിലുള്ള 3x/y + 4നെ വലത് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്താവും 23 ഇൻറ്റു 3x/y + 4 എന്നാവും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 ഇൻറ്റു 2x/y എന്ന് വെച്ചാൽ 64x/y + 3 ഇൻറ്റു 32 എന്ന് വെച്ചാൽ 96 ഈക്വൽ ടു 23 ഇൻറ്റു 3x/y എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 69x/y പ്ലസ് 4 ഇൻറ്റു 23 ചെയ്ത് കഴിഞ്ഞാൽ 12 2 4 8 9 92 കിട്ടും. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ഇതിനെ ജസ്റ്റ് അടിയിലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 64x/y അതേപോലെ വലത് സൈഡിൽ 69x/y ഉണ്ട്. അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് മൈനസ് ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 5x/y വരും. അതേപോലെ 92 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 96 - 92 4 എന്ന് കിട്ടും. ഇനി നമുക്ക് y ആണ് വേണ്ടത്. അപ്പോൾ അതവിടെ വെച്ചിട്ട് 5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? 4/5 = x/y എന്ന് നമുക്ക് ആൻസറായിട്ട് കിട്ടും. അപ്പോൾ 4/5 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇൻ ആൻ എക്സാമിനേഷൻ ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഗെറ്റ് 34% ടു പാസ്. ദ വൺ ഹൂ ഗെറ്റ്സ് 180 മാർക്സ് ഫെയിൽ ബൈ 41 മാർക്സ്. ദെൻ വാട്ട് ഈസ് ദി മാക്സിമം മാർക്സ് ഫോർ ദാറ്റ് എക്സാമിനേഷൻ? അപ്പോൾ അതായത് 34% മാർക്ക് ലഭിച്ചാലാണ് ഒരു എക്സാമിൽ പാസ്സാവുക. പക്ഷേ ഒരാൾക്ക് കിട്ടിയത് 180 മാർക്കാണ്. അയാൾ 41 മാർക്കിന് തോറ്റുപോയി. അങ്ങനെ ആയിരുന്നെങ്കിൽ 180 + 41 കിട്ടിയിരുന്നെങ്കിൽ ഇയാൾ എന്താവുമായിരുന്നു? പാസ്സാവുമായിരുന്നു. അതായത് 221 മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാൾ പാസ്സാവുമായിരുന്നു. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ് പാസ്സാവേണ്ട പെർസെൻറ്റേജ്? 34%. അപ്പോൾ ഈ 221 എന്നുള്ളത് എന്താണ്? 34%. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ മാക്സിമം മാർക്സ് ഫോർ ദാറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ആ എക്സാമിനേഷൻ്റെ മാക്സിമം മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 34% നമുക്കറിയാം. അപ്പോൾ 100% നമ്മൾ കാണേണ്ടത്. അപ്പോൾ 221 നമ്മൾ എന്ത് ചെയ്താൽ 34 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അപ്പോൾ എത്ര കിട്ടും? 34 17 2 പ്രാവശ്യം പോകും. 221 1 51 3 പ്രാവശ്യം 13 കിട്ടും. അതുപോലെ 2 100 50 പ്രാവശ്യം പോകും. 50 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 65. അപ്പോൾ 650 ആണ് നമ്മുടെ ആൻസർ. 64ാമത്തെ ക്വസ്റ്റ്യൻ. Raju can do a work in 3 days. Tom can do the same work in 6 days. In how many days can they finish it if they work together? അപ്പോൾ രാജു ഒരു വർക്ക് ചെയ്യാൻ 3 ദിവസം വേണം. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. അതേപോലെ ടോം ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9/18. അല്ലെങ്കിൽ 9 18 2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ 1/2. 1/2 ആണ് അവർ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏരിയ ഓഫ് 65ാമത്തെ ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദി സ്മോളസ്റ്റ് സർക്കിൾ വിച്ച് ക്യാൻ സർക്കംസ്ക്രൈബ് എ സ്ക്വയർ ഓഫ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ഈസ്. അപ്പോൾ ഏരിയ ഓഫ് ദി സ്മോളസ്റ്റ് സർക്കിളാണ് കണ്ടത്. ഏതിനെ? സ്ക്വയറിനെ സർക്കംസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആ സ്ക്വയർ അങ്ങനെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 × 1 1 മീറ്റർ സ്ക്വയർ കിട്ടുന്നത്. ഇനി ഇതിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സൈഡുകളൊക്കെ 4 സൈഡും എത്രയാണ്? 1 വീതമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡയഗണൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതേപോലെ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √(1² + 1² = √2) എന്ന് കിട്ടും. അപ്പോൾ ഈ √2 തന്നെയാണ് എന്ത് പറയുന്നത്? ഈ സർക്കംസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ √2 തന്നെയാണ്. അപ്പോൾ 2 × r ആണ് ഈ √2 എന്ന് പറയുന്നത്. 2 × റേഡിയസ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? √2/2 എന്ന് കിട്ടും. അപ്പോൾ √2/2 ആണ് റേഡിയസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ കാണാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ = πr² ചെയ്ത് കഴിഞ്ഞാൽ π × r ഓൾറെഡി തന്നിട്ടുണ്ട്, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. √2/2 2. അപ്പോൾ π × √2 സ്ക്വയർ ചെയ്താൽ 2 വരും, /4 വരും. അപ്പോൾ 2 4 2 പ്രാവശ്യം പോകും. π/2 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക. അതാണ് ഓപ്ഷൻ ബി, π/2. A person standing on a highway sees a firecracker lights
ലൈറ്റ് ഫാർ അവേ. ഹി ഹിയേഴ്സ് ഇറ്റ് സൗണ്ട് 3 seconds ലേറ്റർ. വാട്ട് ഇസ് അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദി ഫയർ വർക്ക് ഫ്രം ഹിസ് പ്ലേസ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടൈം തന്നിട്ടുണ്ട്. അത് സൗണ്ട് കേൾക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡിന് ശേഷമാണ്. ഇനി സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി ഓൾറെഡി എന്തായാലും അറിഞ്ഞിരിക്കണം. അത് 343 മീറ്റർ/സെക്കൻഡ് ആണ് സൗണ്ടിൻ്റെ വെലോസിറ്റി. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ദൂരത്തെ ഡിസ്റ്റൻസിലായിരിക്കും ആ ഫയർ ക്രാക്ക് ചെയ്തത്? അപ്പോൾ നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ, ഇതാണ് ഇക്വേഷൻ. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് നമുക്കറിയാം. അപ്പോൾ ഡിസ്റ്റൻസ് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 343 ഇൻറ്റു ടൈം 3 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് എത്ര കിട്ടും? 1020 അടുത്താണ് കിട്ടുക. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1000 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 1000 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ് അതിൻ്റെ ആൻസർ. ഹൗ മച്ച് 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ 225 meters ലോങ് ടേക്ക് ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 275 meters ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h? അപ്പോൾ ഇതുപോലെ വളരെയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് മുകളിൽ അതേപോലെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 km/h ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 18ൽ 3 6 പ്രാവശ്യം പോകും, 30ൽ 10 പ്രാവശ്യം. ഒന്നുകൂടി ചെറുതായി കഴിഞ്ഞാൽ 6 3 ആവും, അതിൽ 10 2 ആവും. അപ്പോൾ 10/3. സോ 10ൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ മുകളിൽ 5 വരും, അടിയിൽ 3 വരും. അപ്പോൾ 5 × 5 25/3 ആണ്. 3 മീറ്റർ/സെക്കൻഡ് എന്നാണ് വെലോസിറ്റി കിട്ടുക. ഇനി നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, അതേപോലെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 200 400 അതേപോലെ 500 കിട്ടും. അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, 500 മീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ടൈം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ഹൗ മച്ച് ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് പറയുന്നത് എത്രയാണ്? 500 ആണ്. 500 ഡിവൈഡഡ് ബൈ 25/3 ആണ്. 25/3. സോ 500 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/25 എന്ന് കിട്ടും. അപ്പോൾ 25 50ൽ 2 പ്രാവശ്യം 20 × 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ 60 സെക്കൻഡാണ് നമുക്ക് കിട്ടുന്ന ടൈം. ആൻസറിൽ തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. അപ്പോൾ 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റിന് തുല്യമാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 വിൽ ദി ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ്? 4ൻ്റെ 5ൻ്റെ ഇടക്ക് ടൈമിൽ എത്ര എത്തുമ്പോഴാണ് ഈ ഹാൻഡ്സ് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്? കോയിൻസൈഡ് ചെയ്യുന്നത് വെച്ചാൽ അത് തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് തിരിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇപ്പോൾ 4:15 ആകുമ്പോൾ ആ അവർ ഹാൻഡിനും മിനിറ്റ് ഹാൻഡിനും ഇടയ്ക്കുള്ള ഡിഗ്രി എത്ര കോണളവാണ് ഉണ്ടാകുന്നതാണ് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കോണളവ് തന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ വെച്ചാൽ മതി. ഇക്വേഷൻ നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ് മുമ്പ്. എന്താണ്? 11/2 30 h മൈനസ് 11/2 m എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ആംഗിൾ കാണുന്ന ഇക്വേഷൻ. h എന്ന് വെച്ചാൽ ഇവിടെ ഹവർ ഹാൻഡാണ്, m എന്ന് വെച്ചാൽ മിനിറ്റ് ഹാൻഡ്. നമുക്കിത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 30 ഇൻറ്റു h എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ 4ൻ്റെ 5ൻ്റെ ഇടക്കാകുമ്പോൾ ടൈമല്ലപ്പോൾ 4 പോയിൻറ്റ് എത്രയോ ആയിരിക്കും, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്രയോ മിനിറ്റ് ആയിരിക്കും. അപ്പം സമയമല്ലപ്പോൾ 4 തന്നെ. അപ്പോൾ നമുക്ക് സമയം 4.x മിനിറ്റ് എന്ന് എടുക്കാം. 4 മണി കഴിഞ്ഞ് എത്രയോ മിനിറ്റ്, 10 15 അത്രയാവും. അപ്പോൾ 30 ഇൻറ്റു 4 h മൈനസ് 11/2 ഇൻറ്റു m. എന്ന് വെച്ചാൽ എത്ര മിനിറ്റാണ് നമുക്കറിയില്ല, x മിനിറ്റ് അല്ലെങ്കിൽ m മിനിറ്റ് എന്ന് എടുക്കാം. പക്ഷേ അത് തമ്മിൽ ഈക്വേറ്റ് ചെയ്ത് എത്ര കിട്ടും? 0 ഡിഗ്രി ആണ്. അപ്പോൾ 30 × 40 30 × 4 എന്ന് വെച്ചാൽ 120 മൈനസ് ഈക്വൽ ടു ഈ 11/2 അങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ 11/2 m എന്ന് കിട്ടും. ഇനി 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 240/11 ഈക്വൽ ടു m ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 240നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 22 2 20ൽ ഒരു പ്രാവശ്യം 11 9. അപ്പോൾ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? 21 × 9/11 9/11 എന്ന് കിട്ടും. അപ്പോൾ ഇത് 21 അതാണ് ക്വോഷ്യൻ്റ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 21 × 9/11. അപ്പോൾ 4 മണി കഴിഞ്ഞ്, അപ്പോൾ 4 മണി കഴിഞ്ഞിട്ട് ഈ മിനിറ്റ് ആയി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? അത് കോയിൻസൈഡ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് അതിൻ്റെ ആൻസർ. 4 മണി കഴിഞ്ഞിട്ട് 21 × 9/11 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് 25th July.
the day of the week is Sunday. This is a leap year. What will be the day of the week on this day after 3 years? അപ്പോൾ ഇതൊരു ലീപ്പ് ഇയർ ആണ് തന്നിട്ടുണ്ട്. ലീപ്പ് ഇയർ ആകുമ്പോൾ ഫെബ്രുവരി 29 ഈ വർഷമുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ് 25 ജൂലൈ എന്താണ്, സൺഡേ ആണ്. അങ്ങനെയാണ് 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഈ സൺഡേ എന്നുള്ളത് ഒരു ദിവസം കൂടിയിട്ട് മൺഡേ ആവും. ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ ആവും. ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെനസ്ഡേ ആവും. ഇനി ഇതിലെവിടെയെങ്കിലും എന്ത് വരില്ല, ഫെബ്രുവരി 29 വരില്ല. കാരണം ഇത് ഫെബ്രുവരി 21 കൊണ്ട് 4 വർഷമെങ്കിലും കഴിയാതെ 4ാമത്തെ വർഷം മാത്രമേ എന്ത് ചെയ്യൂ, ഇനി ഒരു ലീപ്പ് ഇയർ വരൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 വർഷം കഴിഞ്ഞാൽ അതെന്തായിരിക്കും, വെനസ്ഡേ തന്നെ ആയിരിക്കും. റയാൻസ് ഏജ് ഈസ് 3 times ദാറ്റ് ഓഫ് അപ്പു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. റയാൻസ് ഏജ് ഈസ് 3 times ദാറ്റ് ഓഫ് അപ്പു ഇൻ 12 years. ഇൻ 12 years എന്ന് വെച്ചാൽ 12 വർഷം കഴിഞ്ഞാൽ. 12 വർഷം കഴിഞ്ഞാൽ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് 6 + 12 ആയിട്ടുണ്ടാവും. അതേപോലെ എന്താണ്, അപ്പു A+12 ആയിട്ടുണ്ടാവും. ഇനി ആ 12 വർഷം കഴിയുമ്പോഴുള്ള ഒരു കണക്ഷൻ അവർ തന്നിരിക്കുന്നത് എന്താണ്, റയാൻസ് ഏജ് വിൽ ബി ഡബിൾ ദാറ്റ് ഓഫ് ഏജ്. അപ്പോൾ റയാൻസ് ഏജ് 12 വർഷം കഴിയുമ്പോൾ ഇത് ഈക്വൽ ടു ഡബിൾ ദാറ്റ് ഓഫ് അപ്പു ആയിരിക്കും, A+12 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 6 = 3A എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3A+12 = 2A+24. ഓക്കെ, അപ്പോൾ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ A = 12 എന്ന് കിട്ടും. ആ A = 12 ഉള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6 = എത്രയാണ്, 3 × 12 36 years എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. 71ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പ്ലേസ് ഗാന്ധിജി സ്റ്റാർട്ടഡ് ഹിസ് ദണ്ഡി മാർച്ച്. ഗാന്ധിജി ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്, സബർമതി ആശ്രമമാണ്. ഇനി ഡേറ്റ് കൂടി ഓർമ്മിക്കണം. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതെ, സിവിൽ ഡിസോബീഡിയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാൾട്ട് സത്യാഗ്രഹം. സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, അവർ മാർച്ച് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് മാർച്ച് 12, 1930. ഇനി അവിടെ വെച്ചിട്ട് 6 ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്, ആ സാൾട്ട് എന്ത് ചെയ്യുന്നത് എടുത്തിട്ട് അവർ ടാക്സ് നിയമലംഘനം നടത്തുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദി ലീഡർ ഓഫ് ദി കുറിച്യ റിവോൾട്ട് ഓഫ് 1812. 1812 കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത് ആരുടേതായിരുന്നു, അത് രാമൻ നമ്പിയുടെയാണ്. രാമൻ നമ്പി. ഇപ്പോൾ കുറിച്യ റിവോൾട്ട് നടക്കുന്നത് എവിടെയാണ്, വയനാടാണ് കുറിച്യ റിവോൾട്ട് നടക്കുന്നത്. ഹൂ ഹാസ് ബീൻ നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ. മോഡേൺ ട്രാവൻകൂറിൻ്റെ ഫാദർ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിനായിട്ടുള്ളൊരു യുദ്ധമാണ് എന്ത്, കുളച്ചൽ യുദ്ധം. അപ്പോൾ കുളച്ചൽ യുദ്ധം ആരുമായിട്ടാണെന്ന് ചോദിക്കാറുണ്ട്. മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ്. ഏത് ഡേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 10, 1741 എന്ത്, ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഡിസൈഫർഡ് ദ ബ്രഹ്മി സ്ക്രിപ്റ്റ് ഇൻ അശോകൻ ഇൻസ്ക്രിപ്ഷൻ. അശോകൻ ഇൻസ്ക്രിപ്ഷനിലെ ബ്രഹ്മി സ്ക്രിപ്റ്റ് എന്ത് ചെയ്തത്, അത് ഡിസൈഫർ ചെയ്തത്, മനസ്സിലാക്കിയത് ആരായിരുന്നു, ജെയിംസ് പ്രിൻസപ്പ് എന്നുള്ള ആളാണ് അത് മനസ്സിലാക്കിയത്. ഇനി അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, മോഹൻജദാരോ ഇതിലുള്ള സ്ഥലം ഡിസ്കവർ ചെയ്തത്, എക്സ്കവേറ്റ് ചെയ്തത് ആരാണ്, ബാനർജിയാണ് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് മാർഷലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഓർമ്മിക്കേണ്ട ഒരാളാണ് മാർഷൽ. ഈ മാർഷലാണ് ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫ്രം 1902. 1902 മുതൽ 28 വരെ ആരായിരുന്നു, ജോൺ മാർഷലായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ. ആ ടൈമിൽ 1921 എന്ത് ചെയ്യുന്നത്, ഹാരപ്പൻ സിവിലൈസേഷനൊക്കെ മെയിനായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കവറി ഓഫ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ ഒക്കെ എന്ത് ചെയ്യുന്നത് ഇയാളുടെ ടൈമിലായിരുന്നു, ഇയാളുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സമയത്തായിരുന്നു. ഇനി ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് ചോദിക്കാറുണ്ട്. അത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയാളുടെ ഒരു നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, 75ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വാസ് ദി ബർത്ത് പ്ലേസ് ഓഫ് വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീരൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്, കുണ്ട്ഗ്രാമയാണ്. അപ്പോൾ വർദ്ധമാന മഹാവീരമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ജൈനമതമാണ് വർദ്ധമാന മഹാവീര. 24ാമത്തെ തീർത്ഥാങ്കരാണ് വർദ്ധമാന മഹാവീര. ഏതാണ് ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് കുണ്ട്ഗ്രാമം. അതേപോലെ ഡയഡ് പാവപുരിയിലാണ് അത് മരിക്കുന്നത്. രണ്ടും എന്ത് ചെയ്യുന്നതാണ്, ഇന്ത്യയിൽ തന്നെയാണ്. ഇനി പേരൻസ് എന്ന് പറയുന്നത് സിദ്ധാർത്ഥ, അതേപോലെ ഫാദർ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ, മദർ എന്ന് പറയുന്നത് ത്രിശാലയാണ്. ഇനി ഗൗതമ ബുദ്ധയായിട്ട് ബന്ധപ്പെട്ട 2 ഫാക്ട് പറഞ്ഞുതരാം. ഗൗതമ ബുദ്ധയുടെ ജനനസ്ഥലം എന്ന് പറയുന്നത് ലുംബിനിയാണ്, അത് നേപ്പാളിലാണ്. അതുപോലെ ഡൈഡ്, മരിച്ചത് കുഷിനഗറാണ്. ഇനി പാരൻസ് സുദ്ധോധന, അതേപോലെ മായ.
അപ്പോൾ അത് രണ്ടുമാണ് ബുദ്ധമതം ജൈനിസമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മിക്കേണ്ട 2 കാര്യങ്ങൾ. ഇനിയുള്ളത് 76ാമത്തെ ക്വസ്റ്റ്യൻ. കൃഷ്ണദേവരായ വാസ് ദി റൂളർ ഓഫ്. കൃഷ്ണദേവരായ ഈ വിജയനഗര എംപയറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു കൃഷ്ണദേവരായ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് ഏത്? ഹംപി എന്നറിയപ്പെടുന്നത്. ഈ ഹംപി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏത് നദിയിലാണ്? തുംഗഭദ്ര. 77ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ ഗാന്ധിജി ഫേമസ് വർക്ക് മൈ എക്സ്പെരിമെൻ്റ് ട്രൂത്ത് ബിലോങ്സ് ടു? മൈ എക്സ്പെരിമെൻ്റ് വിത്ത് ട്രൂത്ത് എന്താണ്? അതൊരു ഓട്ടോബയോഗ്രഫിയാണ് ഗാന്ധിജിയുടെ. ഇൻ വിച്ച് പ്ലേസ് ദ റിവോൾട്ട് ഓഫ് 1857 ബ്രോക്ക് ഔട്ട്? ഏത് സ്ഥലത്താണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അറിയപ്പെടുന്ന ആ റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ്. സ്ഥിരമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് ഓരോ സ്ഥലത്തെ ലീഡേഴ്സ് ആരൊക്കെയാണ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ലക്നൗ ബീഗം-ഹസ്രത്ത് മഹലാണ്. അതേപോലെ കാൺപൂർ നാനാ സാഹിബ് ചോദിക്കാറുണ്ട്. ബീഹാറിൽ കൺവന്ത് സിംഗ്. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചേക്കുന്നത് നല്ലതായിരിക്കും. 79ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദി ഫൗണ്ടർ ഓഫ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്? സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം തന്നെയാണ് പെരിയാർ എന്നറിയപ്പെടുന്ന വ്യക്തിയും. 80ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ആർ നോൺ ആസ് ദി ലന്താക്കർ ഇൻ കേരള ഹിസ്റ്ററി? കേരള ഹിസ്റ്ററി ലന്താക്കർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ്. അടുത്തത് 81. ഹൂ റോട്ട് ദി ബുക്ക് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ? പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എഴുതിയിരിക്കുന്നത് ബി ഓപ്ഷനാണ് വിശ്വേശ്വരയ്യാണ്. വിശ്വേശ്വരയ്യാണ് ഇന്ത്യ ബർത്ത്ഡേ ആണ് എന്തായിട്ട് ആചരിക്കുന്നത്? നമ്മൾ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. 82. ഹൂ വാസ് ദി ഓൺലി വുമൺ റൂൾ ഓഫ് കൊച്ചി ഡൈനാസ്റ്റി? കൊച്ചി ഡൈനാസ്റ്റിയുടെ ആകെയുള്ള ഒറ്റ വുമൺ റൂളർ ഉണ്ടായിരുന്നുള്ളത് റാണി ഗംഗാധര ലക്ഷ്മിയാണ്. ഹൂ സൈഡ് ഗോ ബാക്ക് ടു ഗീത എന്നുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. എന്നാൽ സ്വാമി ദയാനന്ദ സരസ്വതി അതേപോലെ തന്നെയുള്ള ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗോ ബാക്ക് ടു വേദ. അപ്പോൾ ആരുതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വിച്ച് 5-year plans പ്രൊപ്പോസ്ഡ് ദ എയിം സസ്റ്റൈനബിൾ ഗ്രൗത്ത് എയിം ചെയ്തിരിക്കുന്നത് 2012 മുതൽ 2017 വരെയുള്ള 12th 5-year പ്ലാനാണ്. 12th 5-year പ്ലാനാണ് സസ്റ്റൈനബിൾ ഗ്രൗത്ത് അതിൻ്റെ ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത്. 85. ഫ്രം വിച്ച് ഇൻഡസ് വാലി സൈറ്റ് ഗ്രേറ്റ് ടാങ്ക് കോൾഡ് ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ്? ഗ്രേറ്റ് ബാത്ത് മോഹൻജദാരോയിലാണ് കാണപ്പെടുന്നത്. അതേപോലെ മോഹൻജദാരോയിലുള്ള ഒരു ഇതാണ് ഡാൻസിങ് ഗേൾ. അതേപോലെ പ്രീസ്റ്റിൻ്റെ പ്രതിമയും എവിടെ നിന്നാണ് കിട്ടിയിരുന്നത്? മോഹൻജദാരോയിൽ നിന്ന് തന്നെയാണ്. അടുത്തത് അതേപോലെ അതിൽ ഓർമ്മിക്കേണ്ട ഒന്ന് ലോത്തലാണ് അവിടെയുള്ള പോർട്ട് സിറ്റി എന്ന് പറയുന്നത്. തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് ലോത്തലാണ്. 86. ഹു ഹാസ് ബീൻ നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇതിലെ സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ ഫാദർ ഓഫ് നാഷൻ എന്ന് ഗാന്ധിജിയെ വിളിച്ചിരിക്കുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. 87. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ആർ കണക്റ്റഡ് ബൈ ബാനിഹാൾ പാസ്? ബാനിഹാൾ പാസ് കണക്ട് ചെയ്യുന്നത് ജമ്മു ആൻഡ് ശ്രീനഗറാണ്. അത് ജാസ് എന്ന് ഓർമ്മിച്ചാൽ മതി. എന്ന് ഓർമ്മിച്ചാൽ ബാനിഹാൾ പാസ് ജമ്മു ആൻഡ് ശ്രീനഗർ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പാസ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഈ പട്ടികയിൽ. ഇപ്പോൾ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബാനിഹാൾ പാസ് തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു ശ്രീനഗർ കണക്ട് ചെയ്യുന്നു. അടുത്ത ബാരലച്ച പാസ്സാണ് ഹിമാചൽ പ്രദേശിൽ. അതേപോലെ ബോംഡില്ല പാസ് അരുണാചൽ പ്രദേശ്, ചാങ്ല പാസ് ലഡാക്ക്, ഹാൽഡിഗട്ടി പാസ് രാജസ്ഥാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം അത് 3 ഓർമ്മിച്ച് വെക്കാം. ക്വസ്റ്റ്യൻ 88. കക്രപാറ അറ്റോമിക് പവർ പ്ലാന്റ് സിറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്? കക്രപാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലാണ് കക്രപാറ. വിച്ച് ഇന്ത്യൻ സിറ്റീസ് നോൺ ആസ് ദി കോട്ടണോപോളിസ്? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ തന്നെയാണ്. കോട്ടൺ പ്രൊഡക്ഷനൊക്കെ ഫേമസ് ആണ്. മഹാരാഷ്ട്ര കോട്ടൺ ഒക്കെ വളരെ ഫേമസ് ആയ സ്ഥലമാണ്. അതേപോലെ അഹമ്മദാബാദ് അറിയപ്പെടുന്നത് എന്താണ്? മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ഹൂ റോട്ട് ദ ബുക്ക് ശിവാനന്ദ ലഹരി എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് ശങ്കരാചാര്യയാണ്. 91 മുതലുള്ള IT ആണ്. ഇൻ കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ? അതായത് കമ്പ്യൂട്ടറിൽ അരിത്തമെറ്റിക് ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഏതാണ്? ALU യൂണിറ്റാണ്. ALU എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റാണ് ALU. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ലോജിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ALU ആണ്. ഡാഷ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി? താഴെ തന്നിരിക്കുന്നത് റോമാണ്
നോൺ വോളറ്റൈൽ മെമ്മറി. നോൺ വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിലും പവർ ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നമുക്ക് അതിലുള്ള സ്റ്റോർ ചെയ്ത ഡാറ്റ നഷ്ടപ്പെടില്ല. അപ്പോൾ റോം എന്ന് വെച്ചാൽ എന്താണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, റീഡ് ഓൺലി ആണ്, നമുക്കത് തിരുത്താൻ പറ്റില്ല. വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു സെൻഡ് ദ ഇമെയിൽ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP എന്ന സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. എന്നാൽ മെയിൽ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ് അവർ ചോദിക്കാറുണ്ട്, അത് POP ആണ്, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS എന്നത് വിൻഡോസ് ലിനക്സ് ഒക്കെ OSൽ പെട്ടെന്നാണ്. 95ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് VGA എന്നത് എന്തിൻ്റെതായ ഷോർട്ട് ഫോമാണ്, വീഡിയോ ഗ്രാഫിക്സ് അരയുടെ ഷോർട്ട് ഫോമാണ്. ദ ബേസിക് യൂണിറ്റ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് ബിറ്റാണ്. 4 ബിറ്റുകൾ ചേർന്നതാണ് ഒരു നിബിൾ. അതേപോലെ 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. 97ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോ പ്രോസസ്സർ ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. 4th ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ജനറേഷനിലെയും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടെക്നോളജി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ ഉപയോഗിക്കുന്നത് വാക്വം ട്യൂബ്, നിങ്ങൾക്ക് പറയാം വാക്വം ട്യൂബാണ്. സെക്കൻഡിൽ ട്രാൻസിസ്റ്റർ. 3ലാണ് IC ചിപ്പ് വരുന്നത്. 4ലാണ് മൈക്രോ പ്രോസസ്സർ. 5ൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ULSI ലാർജ് സ്കെയിൽ ഇൻ്റർകണക്ഷൻ ടെക്നോളജി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 98, മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ മാത്രമല്ല വേർഡ്, പവർ പോയിൻറ്റ് ഇവയൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. 99, ദ പ്രോഗ്രാം ഇൻ റോം ഈസ് കോൾഡ്. റോമിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു, റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണെന്ന് മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഉള്ള പ്രോഗ്രാമിനെ പറയുന്നതാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറയുന്നത് അതിലുള്ള പ്രോഗ്രാമാണ്. ഇനി അത് തന്നെയാണ് പോസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് കാണാം, പോസ്റ്റ് എന്ന് പറയുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതാണ് പോസ്റ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓണാക്കുമ്പോൾ ആദ്യം ഈ പോസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഈ റോം തന്നെയാണ്. 100, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സൈബർ ക്രൈം. വൈറസ് അറ്റാക്കും ഹാക്കിങ് എന്താണ്, സൈബർ ക്രൈമിൽ പെട്ടതാണ്. അപ്പോൾ ബോത്ത് A and B ആണ് നമ്മുടെ ആൻസർ.